ഓ, നിങ്ങളോ? എന്താ കുട്ടികളെ ഇവിടെ? അതും ഈ അസമയത്ത്? ഓ, വെറുതെ നടക്കാൻ ഇറങ്ങിയതാവും. ഞാനും അതെ. അത്താഴം കഴിഞ്ഞാൽ കുറെ നേരം കാറ്റുകൊണ്ട് ഇങ്ങനെ നടക്കും. വളരെ നല്ലതാ. അല്ല, നടക്കാൻ ഇറങ്ങുമ്പോ എന്തിനാ ഈ റിവോൾവർ യൂണിഫോം ഒക്കെ? സോ യു ആർ ഓൺ ഡ്യൂട്ടി. സമ്മതിക്കണം കേട്ടോ. രാത്രി എന്നില്ല, പകലെന്നില്ല. ഇങ്ങനെയുണ്ടോ ഒരു ഡ്യൂട്ടി കോൺഷ്യസ്നസ്? ആട്ടെ, സമയം എത്രയായി? ഞാൻ വാച്ചെടുത്തില്ല. 11:20. വരൂ, നമുക്ക് അല്പം നടക്കാം. ഈ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നാൽ മനസ്സും അതെ ശരീരവും പെട്ടെന്ന് ഫ്രഷ് ആവും. പ്രതീക്ഷിക്കാതെയുള്ള ഫെയിലിയേഴ്സിനെ അതിജീവിക്കാനുള്ള സ്റ്റാമിന കിട്ടും. കമോൺ, എന്താ മടിച്ചു നിൽക്കുന്നത്? 11:20 ആയുള്ളൂ. ഇനിയും സമയമുണ്ട്. രാത്രി 11:30 പുറംകടലിൽ നിന്നും സാധനങ്ങളുമായി തിരിക്കും. ഒരു 11:40 ആവും കരയിലെത്താൻ. സമയമുണ്ടെന്ന്. വരൂ. കസ്റ്റംസ് ബോട്ടുകൾ എവിടെയാണ് കിടക്കുന്നത്? ഓ, ഞാൻ മറന്നുപോയി. കടൽ പാലത്തിന് ഇപ്പുറത്ത്. ഫോർട്ടിനുള്ളിൽ പോലീസുകാർ. പാവങ്ങൾ. എല്ലാവരും ഉറക്കൊഴിച്ച് കാത്തിരുന്നിട്ട് ഒടുവിൽ നിരാശരായി മടങ്ങേണ്ടി വരിക. സോ സോറി. സാധനങ്ങൾ 8 മണിക്ക് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സാരമില്ല, ചിലപ്പോൾ ബെറ്റർ ലക്ക് അടുത്ത തവണയായിരിക്കും. അങ്ങനെ സമാധാനിക്കാൻ തൽക്കാലം. ഞങ്ങളെക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു. അവിടെയാണ് തെറ്റുപറ്റിയത്. ഞാൻ എന്താണ് ചെയ്യാന്നറിയാമോ? എന്നേക്കാൾ ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് ആദ്യമേ അങ്ങ് ഉറപ്പിക്കും. അപ്പോഴെന്താണ് ചെയ്യുക? നിങ്ങളുടെ ബുദ്ധി കടന്നു ചെല്ലുന്നതിന്റെ അപ്പുറത്തെത്താനാവും പിന്നെ എന്റെ ശ്രമം. മനസ്സിലായോ? അതുകൊണ്ടാണ് താരാശങ്കർ എപ്പോഴും വിജയിക്കുന്നത്. എപ്പോഴും എന്ന് പറയാതെ ഒരിക്കൽ കൂടി നിങ്ങൾ വിജയിച്ചെന്ന് പറയൂ. ടേക്ക് ഇറ്റ് ഫ്രം മീ മിസ്റ്റർ താരാശങ്കർ. അടുത്ത തവണ നിങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാനായിരിക്കും. ഗുഡ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പറ്റ കുട്ടികളെ. തുളസി, ദാസൻ വീണ്ടും ഇവിടെ വന്നിരുന്നു അല്ലേ? എന്നിട്ട് ആ വിവരം തുളസി എന്നോട് പറഞ്ഞില്ല. Why you didn't tell me? എന്ത് പറ്റി രാജേട്ടന്? Come on, tell me why. ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് തരാൻ. രാജേട്ടനെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് നല്ലതെന്ന് ഉപദേശിക്കാൻ. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. ഒരു മുന്നറിയിപ്പിന്റെ ഔദാര്യമില്ലാതെ തന്നെ സ്വയം രക്ഷിക്കാനുള്ള മിടുക്കും ശക്തിയും എന്റെ രാജേട്ടനുണ്ടെന്ന് എനിക്കറിയാം. രാവിലെ ഓഫീസിൽ പോയ രാജേട്ടൻ പിന്നീട് ഇപ്പോഴാണ് വരുന്നത്. അവിടേക്ക് വിളിച്ചറിയിക്കാൻ മാത്രം വലിയൊരു സംഭവമാണിതെന്ന് എനിക്ക് തോന്നിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഞാനത് പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആകെ ഇവിടെ വെച്ച് മാത്രമാണ്. പ്രസാദിനോട്, തുളസിയുടെ മുന്നിൽ വെച്ച്. ഇവിടെ നിന്നല്ലാതെ അതൊരിക്കലും പുറത്തു പോകാനിടയില്ല. രാജേട്ടാ, പ്ലീസ്. ദാസേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാണ്. ഞാനെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ എന്റെ ഭർത്താവിന്റെ കരിയറിനെ വരെ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ പണ്ടുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിൽ ചോർത്തി കൊടുക്കാൻ ഞാനെന്ത് എത്ര ചീപ്പാണോ? ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും രാജേട്ടൻ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സോറി തുളസി, പ്രതീക്ഷിക്കാതെ സംഭവിച്ച പരാജയത്തിന് മുൻപിൽ എന്റെ മനസ്സൽപ്പം പതറിപ്പോയി. റിയലി സോറി. എനിക്ക് തുളസിയെ യാതൊരു സംശയവുമില്ല. എന്നേക്കാൾ എനിക്ക് വിശ്വാസം തുളസിയാണ്. സത്യം. ഐ എം സോ സോറി.
ഇതെവിടെ വെക്കണം? അപ്പുറത്തെ മുറി കൊണ്ടുവയ്ക്കേ. ദേവു, മിടുക്കി. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്തു. അവരുടെ പ്രോഗ്രാമിനെ കുറിച്ച് നീ ചോർത്തി തന്ന വിവരങ്ങൾ കൃത്യസമയത്ത് ഉപകാരപ്പെട്ടു. മിസ്റ്റർ താരാശങ്കർ, ഇതുവരെ വിജയം നിങ്ങളുടെ കൂടെയായിരുന്നു. ബട്ട് നോട്ട് നൗ. ഇപ്പോൾ നിങ്ങൾ തൊണ്ട് സഹിതം അകപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഓർക്കുന്നു, അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. താരാശങ്കർ ഒന്നും മറക്കാറില്ല. അടുത്ത തവണ നിങ്ങൾക്ക് ബെറ്റർ ലക്ക് ആശംസിച്ചത് ഞാനല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താ ഇത്? എന്താ മൂപ്പ? മുതലാളിയെ കൊന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങൾക്ക് പകരം ചോദിക്കണം. മുതലാളിയുടെ ചോറ ഞങ്ങളുടെ ഈ തടി. ഒരെണ്ണത്തെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകണം. നിങ്ങളെക്കാൾ കൂടുതൽ ആ വികാരം എനിക്കുണ്ട്. അതെനിക്ക് വിട്ടുതരും. ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോകാൻ പോകാനാണ് പറഞ്ഞത്. ഞാനാണ് പറയുന്നത് പോകാൻ. The whole department is proud of you, Mr. Rajesh. വർഷങ്ങളായി പലരും ശ്രമിച്ചിട്ടും കഴിയാത്തതാണ് നിങ്ങൾ നേടിയത്. We are recommending you to higher responsibilities. താങ്ക് യു, സർ. എന്താ പിന്നെ? വെറുതെ വെറുതെ വല്ലതും കട്ടോണ്ട് പോകാൻ തക്കം നോക്കായിരുന്നല്ലേ? ഞാൻ കക്കാമൊന്നൊന്നുമില്ല. പിന്നെ എന്തിനാണാവോ തിരുവഴുന്നള്ളത്ത്? കയ്യിന് വിടൂ. വിടാലോ. ആദ്യം വന്ന് എന്തിനാന്ന് പറയൂ. കയ്യിന് വിടൂന്നേ. വന്ന് എന്തിനാണ് പറയുന്നേ? പനി പനി മാറിയൊന്ന് നോക്കാൻ വന്നതോ. എന്നിട്ട് നോക്കിയോ? തൊട്ട് നോക്കാതെ എങ്ങനെ പനി മാറിയെന്നറിയാ? അറിയില്ലേ? ഇതെങ്ങനെ അലകളിലെ പരൽമീൻ പോലെ ആടിയുലയും മനസ്സ് ധിക്കറിയാതെ മുക്കിലിയിട്ടു കാതര
അലകളിലെ പരൽ മീൻ പോലെ ആടിയുലയും മനസ്സ് തെക്കറിയാതെ മുക്കിളിയിട്ടു കാതരമാ മനസ്സ് ഉന്മാദം കൊള്ളുന്ന നാടാകെ ഉത്സവമൊരുക്കുന്നു ഉന്മാദം കൊള്ളുന്ന നാടാകെ ഉത്സവമൊരുക്കുന്നു നോക്കെത്ത പരപ്പിലെ നീല വഴികളിൽ കേളികൊട്ടി കടല് ചുറ്റിയ വലയിൽ പെട്ടുവഴങ്ങാൻ വാർന്നഴിഞ്ഞു മനസ്സ് അലകളിലെ പരൽ മീൻ പോലെ ആടിയുലയും മനസ്സ് ദിക്കറിയാതെ മുക്കിളിയിട്ടു കാതരമാ മനസ്സ് അലകളിലെ പരൽ മീൻ പോലെ ആടിയുലയും മനസ്സ് ദിക്കറിയാതെ മുക്കിളിയിട്ടു കാതരമാ മനസ്സ്